ഞാനൊരു പ്രവാസിയായിരുന്നു. 15 വർഷം പ്രവാസത്തോട് എന്റെ കുടുംബം കൊലുത്താൻ വേണ്ടി ഞാൻ ജോലിയെടുത്ത് അവസാനം എന്റെ വൃക്കകളും നഷ്ടപ്പെട്ട് നാട്ടുകാരുടെ അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരവസ്ഥ എനിക്ക് വന്നു. എനിക്കൊരു മോനുണ്ട്, നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല എന്റെ മോന്. ആ മോനാണെങ്കിൽ ഓട്ടിസം ബാധിച്ച് അവന് ജീവിതകാലം മുഴുവൻ അവന് ഹോസ്പിറ്റലിലും മറ്റുള്ള ചികിത്സയിലും ഞാൻ മുന്നോട്ട് പോയിരിക്കുന്ന അടിയിലാണ്. എന്റെ കുടുംബത്തെ എന്റെ മോനെ ഞാൻ നഷ്ടപ്പെട്ട എന്റെ മോനെ ചികിത്സിക്കാനും എന്റെ മോനെ മറ്റുള്ളത് ചെയ്യാനും അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വേറെ ആരുമില്ല. ഞാനല്ലാതെ വേറൊരു വ്യക്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കണേ. ഈ ഒരു പ്രവാസിന്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ സ്വീകരിക്കണം. അസ്സലാമലൈക്കും. ഞാൻ അസ്കർ പാണ്ടിക്കാട് വെട്ടിക്കാട്ടിയാണ് എന്ന സ്ഥലം. എന്റെ ഇരുവൃക്കകളും നഷ്ടപ്പെട്ട് ഞാൻ ഇപ്പോ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പഠിച്ചവന്റെ ഓർത്തുകൊണ്ട് എന്റെ മോന് ഇതേമാതിരി ഓട്ടിസം ബാധിച്ച് ചികിത്സയിൽ എനിക്ക് കിഡ്നി രോഗം ബാധിച്ച ശേഷം എന്റെ മോനെ ചികിത്സിക്കാൻ എനിക്ക് കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്റെയും എന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കണമെന്നും ഞങ്ങളതിന് സഹായിക്കണമെന്നും നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എന്റെ എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോന് വേണ്ടിയെങ്കിലും നിങ്ങൾ എന്നെയും എന്റെ കുടുംബത്തെ സഹായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നപ്പറമ്പിലാണ് ഓട്ടിസം ബാധിച്ച തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ ഉപ്പ കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയാം, എനിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന എന്റെ മകനെ തനിച്ചാക്കിയിട്ട് ആ മകനെ വിട്ടുപോകാനാണ് എനിക്ക് പേടിയെന്നാണ്. കാരണം ഇങ്ങനൊരു അവസ്ഥയിലുള്ള മക്കൾ ഉണ്ടായാല് ആ മക്കളെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച ഓരോ ഉമ്മയും ഉപ്പയും അവരുടെ നെഞ്ചില് ആദ്യം മുഴുവൻ അതാണ്. ഈ മകന് വേണ്ടി ജീവിക്കാനാ ആ ഉപ്പ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത്. 15 വർഷക്കാലം പ്രവാസിയാണ്. സൗദി അറേബ്യയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വരുമ്പോ കാലിലൊക്കെ നീരും കിഡ്നി രോഗം ബാധിച്ച് അവശനായിട്ട് നാട്ടിലേക്ക് എത്തിയ ഒരു പ്രവാസിയായിട്ടുള്ള ഒരു സഹോദരനാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രിയപ്പെട്ട അസ്കർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. അസ്കറിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയും ബന്ധപ്പെട്ട എല്ലാവരും പുറത്തു നിൽക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളോട് സംസാരിക്കും. എല്ലാവരും ഞങ്ങൾ സഹായിക്കണം. പഠിച്ചവനും ഞങ്ങളെല്ലാവരും സഹായിക്കും. അസ്കർ വെട്ടിക്കാട്ടിരി മഹലിലെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടുത്തെ മഹല് ഖാളിയാണ് സക്കരിയ അസ്ലമി വണ്ടൂർ. കമ്മിറ്റി ഭാരവാഹികളും ഉണ്ട്. വളരെ ദയനീയ അവസ്ഥയിലാണ് ഈ മഹല്ലുകാർ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുന്നത്. വൃക്കരോഗം ബാധിച്ച് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ലക്ഷങ്ങളാണ് ആ ചികിത്സക്ക് വേണ്ടി ചെലവ് ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി സഹായിക്കുകയും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അവരുടെയൊക്കെ താങ്ങും തണലുമായി ഇരിക്കുന്ന മക്കള്, അതിലെ ഒരു മകന് വളരെ ഓട്ടിസം പിടിച്ച് വളരെ സീരിയസിലായി കിടക്കുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സഹായിക്കുകയും പ്രവർത്തിക്കുകയും സാമ്പത്തികമായി കഴിയുന്ന എല്ലാ നിലക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. എൻ്റെ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ താമസിക്കുന്ന അസ്കർ ചുള്ളിക്കുളവൻ എന്ന വ്യക്തി ഒരുപാട് വർഷങ്ങളായിട്ട് കിഡ്നി ഡയാലിസിസ് പേഷ്യന്റാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും തകരാറിലായിരിക്കാം. ആരോഗ്യപരമായും സാമ്പത്തികപരമായും വളരെ പ്രയാസപ്പെടുന്ന കുടുംബമാണ് അസ്കറിൻ്റെത്. അസ്കറിന് 3 മക്കളാണുള്ളത്. ഒരു കുട്ടി ഞങ്ങളെ പഞ്ചായത്തിന്റെ പ്രതീക്ഷ വട്സ് സ്കൂളിലെ ഓട്ടിസം ബാധിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ ഒരു കുടുംബത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തിക സഹായം ഉണ്ടാകണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുക. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ സൈനുൽ ആബിദ്, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിൽ താമസിക്കുന്ന അസ്കർ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അസ്കറിന്
ഇരു വൃക്കകളും തകരാറിലായിട്ട് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ വെട്ടിക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അഷ്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 15 വർഷക്കാലം പ്രവാസിയാണ്. സൗദി അറേബ്യയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലൊക്കെ നീരെടുത്തിട്ട് കിഡ്നി രോഗിയായിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വീട് വരെ പണയപ്പെടുത്തി അദ്ദേഹം ചികിത്സ നടത്തി. ഇന്ന് ഇരിക്കുന്ന വീട് പോലും 15 ലക്ഷം രൂപക്ക് ജപ്തിയുടെ നോട്ടീസ് വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 30 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞുമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾ കേട്ടതാണ്. അഷ്കർ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള ഗൂഗിൾ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക്, ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക്, ഫേസ്ബുക്കിലേക്ക്, ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്തിട്ട് 30 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കാനും ഈ ഇരിക്കുന്ന വീട് ജപ്തിയിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ 15 ലക്ഷം രൂപ അതിന് കണ്ടെത്തണം. ഇതിനു വേണ്ടിയിട്ടുള്ള സംഖ്യ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.